ഹായ് ഗായ്സ്, ആഴ്ചയിൽ 2 തവണ ഇത് തേച്ച് കുളിച്ച് വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ നാൾക്ക് നാൾ ചേഞ്ചായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വിത്തിൻ 1 മന്തിനുള്ളിൽ നിങ്ങളുടെ സ്കിൻ ടോൺ എല്ലാം ലൈറ്റൈൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കളർ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല നമുക്ക് പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കെന്ന് പറയുമ്പോൾ നമുക്കൊരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളോ ദോഷങ്ങളോ ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. ഇത് നമ്മൾ കിച്ചണിൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഞാൻ പറയുന്ന മെത്തേഡിൽ വേണം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഉഴുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് പാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റൻ ചെയ്യുക മാത്രമല്ല, നമുക്ക് നമ്മുടെ കഴുത്തിനിടയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനായിട്ടും ഈ ഒരു ഉഴുന്ന് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് കുതിർക്കാനായിട്ട് സമയം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഉഴുന്നെടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് കഴുകിയിടുക. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ പാല് കൂടി ചേർത്തിട്ടാണ് ഇത് കുതിർക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞതൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾ പച്ച പശുവിൻ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ പച്ചയായിട്ടുള്ള പാല് വേണം ചേർക്കാനായിട്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് കുതിർക്കാൻ വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടാണ് തേച്ച് കുളിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കണം. അതായത് തലേന്ന് തന്നെ പാലിൽ കുതിർത്തി നമ്മളിത് ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് പിറ്റേന്ന് എടുത്തിട്ട് വേണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് തലേന്ന് തന്നെ കുതിർക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാലിൽ കയറി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. മിക്സി ബൗളിനകത്തിട്ട് നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് പാല് കൂടുതലാണെങ്കിൽ നമ്മളത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്നിച്ചങ്ങ് ഒഴിച്ച് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നീട് ഞാൻ ഈ ഒരു പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ രീതിക്ക് നന്നായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരും കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഉഴുന്ന് കിട്ടും. അറിയാലോ, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ആട്ടുന്ന സമയത്ത് ആ ഉഴുന്ന് എത്രമാത്രം നല്ല രീതിക്കാണ് പൊങ്ങി വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും നല്ല സോഫ്റ്റായിട്ട് ഫൈനായിട്ട് നമുക്കിത് അരച്ച് കിട്ടും. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് എൻ്റെ കയ്യിലുള്ള ടോണറാണ്. അപ്പോൾ ഇതിനകത്തേക്ക് റോസ് വാട്ടർ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റോസ് വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലത്. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ് വാട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡിസ്റ്റിൽഡ്, അതായത് റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്റ്റിൽഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് നമുക്ക് പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടർ കേട്ടോ. അല്ലാതെ നമുക്ക് കിട്ടുന്നതൊക്കെ ഫുൾ വേറൊരു മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫോർമുലേഷനാണ്. അപ്പോൾ അതല്ലാതെ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി ചെയ്തെടുക്കുന്ന റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ടോണർ ചേർക്കുന്നത് നമ്മുടെ ഗ്രീൻ ടീയുടെയാണ് കേട്ടോ. അത് ഞാൻ തന്നെ മേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഗ്രീൻ ടീയുടെ ടോണറാണ്. അപ്പോൾ അതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്ക ആൾക്കാരുടെയും റോസ് വാട്ടർ തന്നെയായിരിക്കും കയ്യിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൂടെ ഗ്രീൻ ടീയുടെ ആ ഒരു ടോണർ ആയതുകൊണ്ട് ഞാൻ അതാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഒരല്പം മതിയാകും. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ പാക്ക് റെഡി കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. നമ്മൾ തലേന്ന് തന്നെ കുതിർക്കാൻ വെച്ച് പിറ്റേന്ന് എടുത്ത് അരച്ചെടുക്കുന്നു. നമ്മളിതങ്ങ് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്ത് കുളിച്ചു വരുന്നു. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതും കുളിക്കുന്നതിനും ഒരു മെത്തേഡ് ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളത് ആദ്യം നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിച്ച് വരിക, കുളിച്ച് വരിക. എന്നതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക് നമ്മുടെ ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് നമുക്കൊരു 15-20 മിനിറ്റ് അത്ര മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. അതിൽ കൂടുതലായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് അങ്ങ് കഴുകിക്കളയാവുന്നതാണ്. പിന്നീട് നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ സോപ്പ് ഉപയോഗിച്ച് ശരീരം നന്നായി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. പിന്നീടാണ് നമ്മൾ ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വന്നത് നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത്. നോർമലായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 2 തവണ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ക്രീം എടുത്ത് വെച്ചോട്ടെ എന്നുള്ള സംശയം നിങ്ങൾക്ക് വരാം. ഒരിക്കലും എടുത്ത് വെക്കാനുള്ള ഒരു ക്രീം അല്ല അത്, അല്ല നമ്മുടെ പാക്ക്
അല്ല ഇത് നമ്മൾ വേണ്ടത് മാത്രം അപ്പോൾ ഉണ്ടാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തലേന്ന് തന്നെ കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്ത് അരച്ചേച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 2 തവണയായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മൺഡേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രൈഡേ ആയിട്ടോ അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾ ഫസ്റ്റ് യൂസിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് കയ്യിൽ മാത്രം തേച്ച് കാണിക്കുന്നത്, മുഖത്ത് തേച്ച് കാണിച്ചൂടെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ വന്ന് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ സ്കിൻ ടോണും മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ അപ്ലൈ ചെയ്ത കൈയും അപ്ലൈ ചെയ്യാത്ത കൈയും രണ്ടും ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക്. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.